2011 ഫെബ്രുവരി 24-നാണ് മുഴുവൻ നിയമസഭാ സാമാജികരുടെയും പിന്തുണയോടെ പ്ലാച്ചിമട ട്രൈബ്യൂണൽ ബിൽ പാസാക്കിയത്. ബില്ല് പാസാക്കിയിട്ട് ഇന്നേക്ക് 3 വർഷം തികയുന്നു. ട്രൈബ്യൂണൽ ബിൽ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരം ഇന്ന് 21 ദിവസം പിന്നിടുകയുമാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം വ്യാപിപ്പിക്കാനുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ച് മാറ്റിവെച്ചിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി ബില്ല് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ചുകൊടുത്തെങ്കിലും യാതൊരു നടപടിയും കേന്ദ്രം ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. നമ്മുടെ കേരള ഭരണകൂടവും കേന്ദ്ര ഭരണകൂടവും ഇത് മുഖവിലിക്കെടുക്കാത്ത പക്ഷം ഈ കൊക്കക്കോളയുടെ കമ്പനി ജനകീയമായി കണ്ടുകെട്ടുവാനും ഈ സമരസമിതി ആലോചിച്ചു വരുന്നുണ്ട്. പാലക്കാട് പെരുമട്ടി പഞ്ചായത്തിലെ പ്ലാച്ചിമടയിൽ 2000-ലാണ് കൊക്കക്കോള കമ്പനി പ്രവർത്തനമാരംഭിക്കുന്നത്. ഭൂഗർഭജലം വൻതോതിൽ കോള കമ്പനി ഊറ്റിയെടുത്തതിന്റെ ഫലമായി പരിസരത്തുള്ള കിണർവെള്ളം ക്രമാതീതമായി കുറയുകയും മലിനമാവുകയും ചെയ്തു. ശക്തമായ സമരവും പെരുമാട്ടി പഞ്ചായത്തിന്റെ ഇടപെടലും മൂലം 2004-ൽ കോള കമ്പനി പ്രവർത്തനം നിർത്തിവെച്ചു. സംസ്ഥാന അഡീഷണൽ ചീഫ് സെക്രട്ടറിയായിരുന്ന കെ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി പ്ലാച്ചിമട സന്ദർശിച്ചു. കോള കമ്പനിയിൽ നിന്ന് 216.62 കോടി രൂപ നഷ്ടപരിഹാരമായി ഈടാക്കണമെന്ന് ഈ സമിതിയാണ് സർക്കാരിനോട് ശുപാർശ ചെയ്തത്. പ്ലാച്ചിമട സമരത്തിന് മുന്നിൽ കോള കമ്പനി മുട്ടുമടക്കിയെങ്കിലും നഷ്ടപരിഹാരം കമ്പനിയിൽ നിന്ന് വാങ്ങിയെടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ തടസ്സം നിൽക്കുകയാണ്. നഷ്ടപരിഹാര തുക കൂടി നേടിയെടുത്താൽ അത് ലോക ചരിത്രത്തിൽ തന്നെ വലിയൊരു സംഭവമാകും. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.